ബിജെപിയുടെ വികസിത കേരളം കൺവെൻഷന് തലസ്ഥാനത്ത് തുടക്കമായി. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം സിറ്റി ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ബിജെപിയുടെ വിഷൻ സാധ്യമാക്കുകയാണ് കൺവെൻഷന്റെ ലക്ഷ്യമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. സംസ്ഥാന നേതാക്കൾക്കൊപ്പം ജില്ലാ ഭാരവാഹികളും പ്രവർത്തകരും വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി. ഈ മാസം 21-ന് ആരംഭിച്ച വികസിത കേരളം കൺവെൻഷൻ തലസ്ഥാന ജില്ലയിലെ പര്യടനം തുടരുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ ജില്ലയുടെ വികസിത കേരളം കൺവെൻഷൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ബിജെപിയുടെ വിഷൻ സാധ്യമാക്കുകയാണ് കൺവെൻഷന്റെ ലക്ഷ്യമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി വികസനം എന്നത് വെറും മുദ്രാവാക്യമല്ല, രാഷ്ട്ര ലക്ഷ്യമാണ്. ഏത് രാഷ്ട്രീയ കക്ഷിയാണ് വികസനത്തിനും പുരോഗതിക്കുമൊപ്പം നിൽക്കാൻ കഴിയുന്നതെന്ന് ജനത്തെ അറിയിക്കണം. ഇതിനുള്ള വേദിയാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, ഈ വികസനം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് ഈ ഇലക്ഷൻ നമ്മൾ മുമ്പോട്ട് വെക്കണം. ആ വികസനം കൊണ്ടുവരാൻ കഴിവുള്ളതും താല്പര്യമുള്ള ഒരു പാർട്ടി, ഒരു ട്രാക്ക് റെക്കോർഡുള്ള പാർട്ടിയാണ് നരേന്ദ്രമോദിജിന്റെ BJPയും NDAയും. നമ്മൾ കുറച്ചൊരു ബാക്ക് ഫുട്ട് ബാറ്റിംഗിലായിരുന്നു ഇതുവരെ. ഇന്നു മുതൽ BJP NDA കേരളം ഫ്രണ്ട് ഫുട്ട് ബാറ്റിംഗ് മാത്രമേ ചെയ്യാൻ പോകുന്നുള്ളൂ. ഞങ്ങളാണ് വികസനം ഡെലിവറി ചെയ്യുന്ന പാർട്ടി. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കുന്നതും പ്രവർത്തിക്കുന്ന പാർട്ടി BJP ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ വികസിത കേരളം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞ് ഫ്രണ്ട് ഫുട്ട് ബാറ്റിംഗ് മാത്രം ഞങ്ങൾ ചെയ്യാൻ പോകുന്നു. ഇലക്ഷൻ മത്സരിക്കാൻ മാത്രമല്ല, ഇലക്ഷൻ മത്സരിച്ച് ജയിക്കാനും അധികാരത്തിൽ വന്ന് ഈ മാറ്റം കൊണ്ടുവരാൻ പോകുന്ന പാർട്ടിയായിട്ട് മാറണം എല്ലാവരും, എല്ലാ പ്രവർത്തകരും. ഭീകരവാദത്തോട് സന്ധിയില്ലാ പാർട്ടിയാണ് BJP. തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കാൻ കഴിയുമെന്നും അതിന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കുമെന്നും കൺവെൻഷനിൽ മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയം CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്നും വിമർശനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന പാർട്ടിയാണ്. ഗാസയിലെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന പാർട്ടിയാണ്. ഗാസയിലെ ജനങ്ങൾക്ക് മനുഷ്യാവകാശങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്ന ആളുകൾ എന്തുകൊണ്ട് പഹൽഗാവിൽ കൊല്ലപ്പെട്ട 28 പേരുടെ അവരുടെ മനുഷ്യാവകാശങ്ങൾ കാണുന്നില്ല? എന്തുകൊണ്ട് അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ എന്തുകൊണ്ട് ഈ പാർട്ടിയുടെ CPMന്റെ ഒരു നേതാവും തയ്യാറല്ല? അവർ ഹിന്ദുക്കളായതുകൊണ്ടാണോ അതോ മറുവശത്ത് പാകിസ്ഥാൻ ആയതുകൊണ്ടാണോ? കാരണം മറുവശത്ത് പാകിസ്ഥാൻ ആയതുകൊണ്ടാണോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നതിന്റെ കാരണം, എക്കാലത്തും പാകിസ്ഥാനെ അനുകൂലിച്ചിട്ടുള്ള ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിൽ എന്ത് വികസനമാണ് നടക്കുന്നതെന്ന ഇടത് വലതു മുന്നണികളോട് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരന്റെ ചോദ്യം. ഈ ഒരു അവസ്ഥ, ഈ ഒരു വ്യവസ്ഥിതി മാറണം. ചീഞ്ഞു നാറിയ കാലഹരണപ്പെട്ടുപോയ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. സാമൂഹ്യ പരിഷ്കരണമാണ് നമ്മുടെ നാട്ടിൽ നടത്തേണ്ടത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നടത്തുന്നത് ഒരു സാമൂഹ്യ നവോത്ഥാനമാണ്. അതിൻ്റെ നേതൃത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിൽ സമഗ്രമായ സമൂലമായ ഒരു പരിവർത്തനം ഉണ്ടാകണം. സാമൂഹ്യ, സാംസ്കാരിക, കാർഷിക, വാണിജ്യ, വ്യാപാര മണ്ഡലങ്ങളിലെല്ലാം മാറ്റം ഉണ്ടാകണം. അതാണ് ഇതേവരെ മാറാത്തത്. മാറണം എന്ന് പറയുന്നതിന് കാരണം അതാണ്. BJP സംസ്ഥാന നേതാക്കൾ, ജില്ലയിലെ ചുമതലയുള്ള നേതാക്കൾ ഉൾപ്പെടെ വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി. BJP തിരുവനന്തപുരം സിറ്റി മണ്ഡലം ജില്ലാ നേതൃയോഗത്തിന് ശേഷമാണ് വികസിത കേരളം കൺവെൻഷൻ ആരംഭിച്ചത്. ജനം, തിരുവനന്തപുരം.